ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ലൈനിങ് ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2.5 മീറ്റർ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ലൈനിങ് നല്ലതുപോലെ ഒന്ന് നനച്ച് ഉണക്കി അയൺ ചെയ്ത് ഇവിടെ ഞാൻ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറുടെ ടോപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോപ്പിൽ യാതൊരു വ്യത്യാസമില്ല. ലൂസും ടൈറ്റും സ്ലീവും ഒക്കെ കറക്റ്റായിട്ട് തന്ന ടോപ്പിൻ്റെ അതേ അളവിലാണ് നമ്മളിവിടെ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആ ടോപ്പ് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതാണ് ടോപ്പ്. അപ്പോൾ ഈ ടോപ്പിൽ കുറച്ച് ചുളിവ് നമ്മുടെ കസ്റ്റമറിൽ തന്നതിൽ കുറച്ച് ചുളിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ അല്ലെങ്കിൽ അയൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് അയൺ ചെയ്തിട്ടില്ല. കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് ഫോൾഡ് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മേലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ടോപ്പ് കറക്റ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മേലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആം ഹോളിൻ്റെ അവിടെയും നെക്കും ഷോൾഡറും ഒക്കെ കറക്റ്റായിട്ട് നല്ലപോലെ വിരിച്ചു കൊടുത്തതിന് ശേഷം മാർക്ക് ചെയ്യണേ. കറക്റ്റ് ഈ ടോപ്പിൻ്റെ അളവിൽ തന്നെ സ്ലിറ്റിൻ്റെ അവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തു. അടുത്ത ടോപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ ലൈനിങ്ങിലായതുകൊണ്ട് നമ്മുടെ അളവ് അതായത് മെഷർമെൻറ്റിലും വെച്ച് കുറച്ചൊരു 2 ഇഞ്ച് കുറവാക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അടുത്ത് സ്ലിറ്റിൻ്റെ അവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തു, ഓപ്പൺ ഭാഗം മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഷേപ്പിൻ്റെ ഈ ഭാഗത്താണ് ഷേപ്പ് വരുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ ആം ഹോൾ ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം തയ്യൽ തുമ്പാണ്. തയ്യൽ തുമ്പ് നിങ്ങൾക്ക് 1.5 ഇഞ്ച് വേണമെങ്കിൽ 1.5 എടുക്കുക, 2 ആണെങ്കിൽ 2 എടുക്കുക. ഞാനിപ്പോൾ താഴെ സ്ലിറ്റിൻ്റെ ഭാഗം ഓപ്പൺ പീസ് ആയതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനെടുത്തു. പിന്നെ ഷോൾഡറിനായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിടണം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് ഷോൾഡറിനായിട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ അതായത് കൈക്കുഴി നമ്മൾ കട്ട് ചെയ്യില്ല, അതും ഇതേപോലെ അളവ് ടോപ്പിലുള്ള അതേ തയ്യൽ തുമ്പ് വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്ലീവിലുള്ള ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ജോയിൻറ്റിലും വെച്ചൊരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ നെക്ക് എന്ന് പറയുന്നത് നെക്ക് മോഡലായതുകൊണ്ട് നെക്ക് ക്യാൻവാസിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, പീസിൽ കട്ട് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ സാധാരണ ഒരു റൗണ്ട് ആണെങ്കിലും നെക്ക് ക്യാൻവാസിലാണ് ഇവിടെ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. ലൈനിങ്ങിലൊക്കെ ഇതിവിടെ കറക്റ്റായി വരച്ചിട്ടുണ്ട്. ഷോൾഡറിനായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് കുഴിച്ച് വെട്ടുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേ അളവിൽ അടുത്ത് ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ ഭാഗം ഇവിടെയൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ചെസ്റ്റ് ലൂസ് നമ്മൾ മാർക്ക് ചെയ്ത അവിടെ ഷേപ്പിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് നമ്മളിപ്പോൾ DC ഒക്കെ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കൊക്കെ ഒന്ന് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷേപ്പും ഇവിടെയൊക്കെ അളവ് തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഇതേ അളവിൽ ഒരു 4 പീസാണ് നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി ഒരു 3 പീസ് ലൈനിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ ആ ലൈനിങ്ങും ഇതുപോലെ നനച്ച് അയൺ ചെയ്ത് നമ്മളിവിടെ വിരിച്ചിട്ട് ഈ ലൈനിങ് പീസ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ലൈനിങ് പീസ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലോട്ട് തന്നെ അളവ് വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഫസ്റ്റ് നമ്മൾക്കൊരു ഒന്നിലധികം പീസുകൾ ഒരേ അളവിലൊക്കെ നമുക്ക് തയ്ക്കാനുണ്ടെങ്കിൽ ഇതുപോലെ 4 പീസും ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 1 പീസ് എടുത്തിട്ടാണ്, എനിക്ക് വീഡിയോയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 പീസ് എടുത്ത് കട്ട് ചെയ്തത്. വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ 4 പീസും ഒരേപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതിപ്പോൾ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഒന്നിലധികം പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് കാണിച്ചത്. അടുത്ത് നമ്മളിപ്പോൾ ചെയ്തു വെച്ചാൽ ഈ ടോപ്പിൻ്റെ തന്നെ പീസ്, അതായത് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതേ ടോപ്പ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അളവ് ലൈനിങ്ങിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തത്, അതായത് ലെങ്ത്ത്. അപ്പോൾ ഇതിലൊരു 3 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. കാരണം 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ താഴെ, പിന്നെ 2 ഇഞ്ച് നമ്മൾ നേരത്തെ മെഷർമെൻറ്റിൽ കുറച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ 2 ഇഞ്ചും കൂട്ടുക. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് സ്ലീവാണ്. സ്ലീവിന് നമ്മുടെ 2.5 ഇഞ്ച് ലൈനിങ്ങിൽ ബാക്കി വന്ന പീസാണ്, അതായത് ലെങ്ത്തിൽ വന്ന ബാക്കി പീസാണ്. ഇത് 4 ആക്കി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് ഇതുപോലെയാണ് എടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യം ആ ലെങ്ത്ത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ സ്ലീവിൻ്റെ വേസ്റ്റ് എടുക്കേണ്ടത് ഇതുപോലെയാണ്. സ്ലീവിൻ്റെ വേസ്റ്റ് എടുക്കേണ്ടത് അതും നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതും എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഇതിലിപ്പോൾ ഒരു വേസ്റ്റ് കറക്റ്റാണ്. എനിക്കിവിടെ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ താഴെന്ന് ഇവിടേക്ക് ഒരു 3 ഇഞ്ച്, ഒരു 3.5 ഇഞ്ചൊക്കെ നമ്മൾ ഇതുപോലെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഇവിടെ സ്ലീവിൻ്റെ ഈ ഒരു എൻഡിലും ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്ലീവിൽ വരുന്ന ഷേപ്പ്. ഇതിന് നമുക്കൊന്ന് കുഴിച്ച് വെട്ടേണ്ട. കുഴിച്ച് വെട്ടുന്നത് ഞാൻ ഈ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുഴിച്ച് വെട്ടുന്നത്. ഇതുപോലെയാണ് സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് എടുക്കുക, വേസ്റ്റ് എടുക്കുക. എന്നിട്ട് സൈഡിൽ ഒരു 3.5, 7 ഇഞ്ച് ലെങ്ത്ത് ആയതുകൊണ്ട് സൈഡിൽ ഒരു 3 3.5 നമ്മൾ അളവെടുത്താൽ മതി. ഇതുപോലെ ഒരു ഷേപ്പിന്, അതായത് കൈക്കുഴിൻ്റെ ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ 7 ഇഞ്ച് ലെങ്ത്ത് എടുത്താൽ ഒരു 3 എടുക്കുക സൈഡ്. അപ്പോൾ ഞാൻ അതുപോലെയാണ് ഇതിലെടുത്തിരിക്കുന്നത്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് സ്ലീവ് ലെങ്ത്ത് ടോട്ടൽ വേണ്ടത് 6 ഇഞ്ചാണ്. അതിൽ ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അടുത്ത് വരുന്ന എല്ലാ പീസിലും ഈ സ്ലീവ്, അതായത് ഈ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ എല്ലാത്തിലും ഞാൻ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ടോപ്പിൻ്റെ, അതായത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ടോപ്പിൻ്റെ പീസ് എടുക്കുക, 4 ആക്കി ഫോൾഡ് ചെയ്യുക. പിന്നെ അതേ കട്ട് ചെയ്ത പീസ് തന്നെ നമ്മളിതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ സൈഡ് വരുന്ന പീസാണ് ഇതുപോലെ. സൈഡിൽ നല്ല ലെങ്ത്തിൽ 4 പീസായിട്ട് വരും. ആ 4 പീസിൽ 2 പീസ് എടുത്തിട്ടാണ് ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ നമ്മൾ അളവ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.